ഓൾ, ഞാൻ നബീല ഫ്രം കോട്ടക്കൽ യൂണിവേഴ്സൽ. ഞാൻ ഇന്നിവിടെ ഒരുപാട് സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് 3 ഇരട്ടകളാണ്. പ്രീനീറ്റ് 2026 റിസൾട്ട് ഒക്കെ വന്നിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഇവരിപ്പോൾ. ഇതില് 2 പേര് ഐഡന്റിക്കൽ ട്വിൻസ് ആണ്, ഒരാള് ഫ്രട്ടേണൽ ട്വിൻസ് ആണ്. അപ്പൊ ഇവരെങ്ങനെ ഈ ഒരു പൊസിഷനിൽ എത്തി എന്നുള്ളതൊക്കെ, അവരുടെ യാത്ര എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇവര് ഈ ഒരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയത് എന്നൊക്കെ അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. അവരുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വളരെ പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റിലാണ് നിൽക്കുന്നത്. കാര്യം 2 മക്കളും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അവരെ യാത്ര എന്നുള്ളത് നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം. സോ അബ്ര ആൻഡ് അഫ്ര, പ്ലീസ്. എൻ്റെ പേര് അഫ്ര. എൻ്റെ പേര് അബ്ര. എൻ്റെ നീറ്റ് സ്കോർ 680. എൻ്റെ നീറ്റ് സ്കോർ 645. ഞങ്ങൾ രണ്ടാളും ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായാലും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിക്കാനായാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ രണ്ടാളും ഒരേ റൂമിൽ ഇരുന്നിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടൊക്കെ പഠിക്കാം. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഹായ് ഓൾ, എൻ്റെ പേര് സന. എൻ്റെ പേര് സിയ. ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അപ്പോൾ ഇങ്ങോട്ട് വന്നാലും ഒപ്പം പഠിക്കണം എന്നായിരുന്നു ഞങ്ങളൊരു ആഗ്രഹം. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എവസർ ഒരേ ഹോസ്റ്റലൊക്കെ തന്നു. അതുകൊണ്ട് നല്ല സുഖമായിട്ട് തോന്നി. കാരണം ഹോസ്റ്റലിലായാലും നമ്മളെ വീട്ടിലത്തെ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് തോന്നും. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ഹോസ്റ്റലിൽ വന്ന് നിൽക്കാന്നോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പേര് ഹിദ ഫാത്തിമ. സ്കോർ വന്നത് 586 ആണ്. ഞാൻ അശ്മൽ മുഹമ്മദ് വീട്ടി. എനിക്ക് സ്കോർ വന്നത് 569 ആണ്. ഞങ്ങൾ 2 പേരും ട്വിൻസ് ആയിരുന്നു. ഒരുമിച്ചാണ് യൂണിവേഴ്സിറ്റിക്ക് വന്നത്. അപ്പോൾ വ്യത്യസ്ത ഹോസ്റ്റലുകളിലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ക്ലാസ് ടൈമിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെയ്യലൊക്കെ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഹോം സിക്നസ് വരുമ്പോൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തിരുന്നു. പാരൻസ് ഇമ്മ സപ്പോർട്ട് ചെയ്യണ മാതിരി തന്നെ ഓന് നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. എനിക്ക് ഇവിടുന്ന് വീട്ടിൽ പോകണം എന്ന് തോന്നുമ്പോൾ ഓൻ ഇടയ്ക്കിടയ്ക്ക് വന്നുണ്ട്. നല്ല ഓന് ഉള്ളിൽ ഭയങ്കര സ്നേഹത്തോടെ ഞാൻ ഇവിടെ വന്നവരാണ് ഇവൻ എന്നോടുള്ള കെയറിങ്ങും ഇതൊക്കെ എനിക്ക് മനസ്സിലാവണ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ഓൻ ഉണ്ടായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള ഫീലിംഗ് അത്ര വന്നിട്ടില്ല. ഈ നീറ്റ് ജേർണിയിൽ ഞങ്ങൾ സിസ്റ്റേഴ്സായിട്ടും അതുപോലെ സ്റ്റഡി മേറ്റ്സ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഗ്രാൻഡ് ഹോസ്റ്റലിലായിരുന്നു. എനിക്ക് ഏറ്റവും നല്ല ബെസ്റ്റായി തോന്നിയത് ആ ഹോസ്റ്റലിൽ കിട്ടിയത് തന്നെ എൻ്റെ എന്തോ ലക്കാണ്. വീട്ടാ ഹോസ്റ്റൽ ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾ അധികം സമയം കമ്പൈൻ സ്റ്റഡി ഒക്കെ നല്ലോണം പഠിക്കും. കീം എക്സാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കെമിസ്ട്രിയിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കാണാത്തതുണ്ട് എന്ന്. അപ്പം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ടെക്സ്റ്റിലുള്ള എല്ലാ ടേബിളൊക്കെ ഞങ്ങൾ ഓർഡറിങ് ഒക്കെ നല്ല കോഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി പഠിച്ചു. എല്ലാവരും കൂടി പഠിച്ചുകൊണ്ടാവണം അങ്ങനത്തെ ഒക്കെ വേഗം ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേഗം മറക്കും. അപ്പോൾ അതിനൊക്കെ യൂണിവേഴ്സിറ്റി നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നന്നായി സഹായിച്ചുകൊണ്ട് പഠിക്കുക. നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ ടൈം പോകുന്നൊന്നും വിചാരിച്ച് അങ്ങനെയൊന്നും നിൽക്കരുത്. എല്ലാവരും നല്ലോണം സഹായിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ നമുക്കത് എത്രത്തോളം അറിയാമെന്ന്. അതൊക്കെ നന്നായി എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വന്നതിന് ശേഷം നമുക്ക് എല്ലാ സന്ദർഭങ്ങളും നമ്മുടെ കൂടെ യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടുണ്ട്. പഠനത്തിലായാലും അക്കാഡമിക്സിലെ എല്ലാ തരത്തിലും നമ്മൾ സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഹോസ്റ്റലിലായതിൻ്റെ എല്ലാ ഉപകാരവും അനുഭവിച്ച ഒരാളാണ് ഞാൻ. അവിടെ എല്ലാ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഈഗോ ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഫുൾ ഫ്രണ്ട്ഷിപ്പായിട്ട് ഒരു വീട്ടിൽ കുറേ ഫ്രണ്ട്സൊക്കെ പാടെ നിൽക്കുമ്പോൾ ഫീലിംഗ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റൊക്കെ എനിക്ക് ആരും അറിയാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫുൾ സപ്പോർട്ടീവ്. എൻ്റെ റൂംമേറ്റ്സൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വന്നാലൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്കൊക്കെ പറയുമ്പം ജസ്റ്റ് ഒന്ന് ഡള്ളാവുമ്പോൾ തന്നെ അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെയർ ചെയ്ത് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒപ്പം കിട്ടണമെന്നൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഹോസ്റ്റലിലായാലും അസുഖം വന്നാലൊക്കെ പേരൻസിലായാലും ഒരു സമാധാനമാണ്. കാരണം ഒരാൾക്ക് അസുഖമായാലും മറ്റേയാളത് കുറച്ചും കൂടി കെയർ ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. പിന്നെ ഓർക്ക് ഹോസ്റ്റലിലേക്ക് വരികയാണെങ്കിലും 2ആളെ കാര്യം ഒപ്പാണ്ട് ചെയ്യാലോ എന്നുള്ള എല്ലാം കൊണ്ടും നല്ല സമാധാനമായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ടൈപ്പ് എക്സാം ഉണ്ടാവും. സിമ്പിളായിട്ടുള്ള എക്സാമും ടഫായിട്ടുള്ള എക്സാമും എല്ലാം ഉണ്ടാകും. ചിലതിൽ മാർക്കൊക്കെ കുറയും. അതൊന്ന് നമ്മൾ പിന്നെ ശരിയാക്കാന്നൊക്കെ വിചാരിച്ച് നമ്മൾ മുന്നിലേക്ക് തന്നെ പോവാം. പിന്നെ ബയോളജിക്കായിട്ട് ഒറ്റയ്ക്ക് മോട്ടിവേഷൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ TND ചെയ്യുന്നു. അപ്പോൾ ഡെയിലി എക്സാം ഉണ്ടാകും. ചിലപ്പോൾ ഒരു ആൻസർ കീ നോക്കി കഴിയുമ്പോഴത്തേന് അടുത്ത എക്സാം ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി പോവാം. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് വരും. അപ്പോൾ യൂണിവേഴ്സലിലെ 3 ഇരട്ടകളുടെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്.
അവര് ഇവിടെ ഈ ഒരു സക്സസ്, ഈ ഒരു പൊസിഷനിൽ എത്താൻ കാരണം അവർക്ക് ഒരാൾക്ക് മറ്റൊരാൾ സപ്പോർട്ടായിരുന്നു. ഒരു വിഷമം വന്നാലും ഒരു ഡൗട്ട് വന്നാലും അത് ക്ലിയർ ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ അവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം. അപ്പൊ അതുപോലെ നിങ്ങൾക്കും പറ്റും. കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടകളല്ല, ഫ്രണ്ട്സാണ് അവർ. അതേപോലെ തന്നെ അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാനുള്ള ഒരവസരമാണ് ഈ പെയറിലൂടെ, ജോഡികളിലൂടെ ലഭിച്ചത്. അശ്മിലിനെ സംബന്ധിച്ചിടത്തോളം ട്വിൻ സിസ്റ്റർ, ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിസ്റ്ററായിട്ടാണ് നിന്നത്. അതേപോലെ തന്നെ ഹിതയെ സംബന്ധിച്ചിടത്തോളം അശ്മിൽ വളരെ സ്നേഹനിധിയായിട്ടുള്ള ഒരു സഹോദരനായിട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് ഒരുപാട് സ്ട്രെസ്സ് കുറക്കാൻ സാധിച്ചു. സനക്കായാലും സിയക്കായാലും അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു. അബ്രക്കോ അഫ്രക്കൊക്കെ ഈ ഒരു ബന്ധം, ഈ ട്വിൻ സിസ്റ്റർ ബന്ധം വളരെയധികം ഉപകരിച്ചു. അപ്പോൾ എനിക്ക് യൂണിവേഴ്സിലുള്ള മുഴുവൻ കുട്ടികളോടും പറയാനുള്ളത്, ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ പമ്പ കടക്കും. അങ്ങനെ ട്വിൻ സിസ്റ്ററിനെയും ട്വിൻ ബ്രദറിനെയും കിട്ടാൻ എല്ലാവർക്കും സാധ്യമല്ല. പക്ഷേ ഒരു നല്ല ഫ്രണ്ടിനെ കണ്ടെത്തുക, ആ ഫ്രണ്ടിലൂടെ നമ്മുടെ ഒരുപാട് പിരിമുറുക്കം ലഘൂകരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് ടു എവരിബഡി.